വൈകുന്നേരങ്ങളിൽ ചായക്കൊരു ഉള്ളിവട വേണമെന്ന് തോന്നുമ്പോൾ അത് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അത് വളരെ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പലരും അത് പലതരത്തിൽ കടലമാവ് കുഴച്ചതിനകത്തേക്ക് ഉള്ളി വാരിയിട്ട് മുരിക്കാറുണ്ട്. പക്ഷേ അത് മുരിഞ്ഞ് കിട്ടുകയില്ല. ആദ്യമായി ഇങ്ങനെ ഇത് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ചെറിയ അളവിലുള്ള ഉള്ളിവട ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറയാം. ഒരു 2 വലിയ ഉള്ളി ഇതാ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ നീളത്തിലരിഞ്ഞ് അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇവയെല്ലാം അരിഞ്ഞ് കുറച്ച് ഉപ്പും ചേർത്ത് ഇങ്ങനെ ഇളക്കി അങ്ങ് വെക്കണം. ഇളക്കി വെച്ചതിന് ശേഷം അതിനാവശ്യമായ കടലമാവും മുളക് പൊടിയുമാണിത്, കായപ്പൊടിയും ഉണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം ഒരു പാത്രത്തിൽ ഒരു ഉള്ളി ആദ്യം ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടണം. ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഈ കടലമാവും ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെക്കണം. നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും ഉള്ളിയിലൂടെ വെള്ളം എല്ലാം ഇതിലേക്ക് ഇറങ്ങി നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടും. നമ്മൾ വെള്ളം ചേർക്കുകയോ വേണ്ട. കുറച്ചൊരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ചതിന് ശേഷം അതെടുത്ത് ഭംഗിയായി വീണ്ടും ഒന്ന് ഞവടി കുഴച്ച് വൃത്തിയായി നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അളവിൽ ഉരുട്ടിയെടുത്ത് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഉള്ളിവട ഉണ്ടാക്കി കഴിക്കാം. ഒന്ന് കഴിച്ച് നോക്കും. നല്ല മുരിഞ്ഞ ഉള്ളിവട കിട്ടും. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല. അഥവാ ഒന്ന് കുഴഞ്ഞില്ലെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കി വെറുതെ അങ്ങ് കുഴച്ചാൽ മതി. എന്നിട്ട് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഉള്ളിവട പൊരിച്ച് ഉണ്ടാക്കി നോക്കൂ. നന്ദി, നമസ്കാരം.